ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 16 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 17, 18 രണ്ട് ശ്ലോകങ്ങൾ നോക്കാം. 17-ാമത്തെ ശ്ലോകം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈർ അഫലാകാംക്ഷിഭിർയുക്തൈർ സാത്വികം പരിചക്ഷതേ. പരയാ ശ്രദ്ധയാ, പരമമായ ശ്രദ്ധയോടെ, അത്യധികമായ ശ്രദ്ധയോടെ, അഫലാകാംക്ഷിഭിർ, ഫലം കാക്ഷിക്കാത്ത, യുക്തൈർ നരൈ, യുക്തരായ മനുഷ്യരാൽ, യോഗികളാൽ, തപ്തം, അനുഷ്ഠിക്കപ്പെടുന്ന തപസ്, തത് ത്രിവിധം തപഃ, മേൽപ്പറഞ്ഞ 3 വിധത്തിലുള്ള തപസ്സുകൾ, സാത്വികം പരിചക്ഷതേ, സാത്വികമായി ഗണിക്കപ്പെടുന്നു. അത്യധികമായ ശ്രദ്ധയോടെ, ഫലകാംക്ഷ കൂടാതെ, യുക്തരായ മനുഷ്യരാൽ, അതായത് യോഗികളായ മനുഷ്യരാൽ അനുഷ്ഠിക്കപ്പെടുന്ന മേൽപ്പറഞ്ഞ 3 വിധം തപസ്സുകളും, അതായത് ശാരീരികം, മാനസികം, വാക്ക്, ഈ 3 വിധം തപസ്സുകളും സാത്വികമായി ഗണിക്കപ്പെടുന്നു. അതീവ ശ്രദ്ധയോടെ, സ്വാർത്ഥഫല കാംക്ഷകൾ കൂടാതെ, യോഗയുക്തരായ മനുഷ്യരാൽ അനുഷ്ഠിക്കപ്പെടുന്ന മേൽപ്പറഞ്ഞ 3 വിധത്തിലുള്ള തപസ്സുകളും, ശാരീരികവും മാനസികവും വാങ്മയവുമായ തപസ്സുകളും സാത്വികമായ തപസ്സുകളാണ്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. ഇനി 18-ാമത്തെ ശ്ലോകം നോക്കാം. സൽക്കാരമാനപൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. സൽക്കാരമാന പൂജാർത്ഥം, സൽക്കാരം, ബഹുമാനം, പൂജ, ആദരവ് ഇവ ലഭിക്കാൻ വേണ്ടി, ദംഭേന ച ഏവ, ഡംഭോടുകൂടി, അഹങ്കാരത്തോടുകൂടി, ഞാനെന്ന ഭാവത്തോടു കൂടി, യത് തപ ക്രിയതേ തത്, ഏതൊരു തപമാണോ ചെയ്യുന്നത്, ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത് അത്, അതായത് ആ തപസ്, രാജസം ചലം അധ്രുവം, രാജസവും ചഞ്ചലവും അസ്ഥിരവുമെന്ന് ഇഹ, ഇവിടെ, പ്രോക്തം, പറയപ്പെടുന്നു. സൽക്കാരം, ബഹുമാനം, പൂജ, ആദരവ് ഇവയൊക്കെ ലഭിക്കാൻ വേണ്ടി ഡംഭോടുകൂടി, ദുരഭിമാനത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി ചെയ്യപ്പെടുന്ന തപസ്, ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ രാജസവും ചഞ്ചലവും, ഉറപ്പില്ലാത്തത്, അസ്ഥിരവും ആണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ രാജസികമായ തപസ്സിനെ പറ്റി അഥവാ കർമ്മങ്ങളെ പറ്റിയാണ് പറയുന്നത്. മറ്റുള്ളവരെ ആകർഷിക്കാനും അതുവഴി അവരുടെ ആദരവും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റാനും, തൻ്റെ പ്രൗഢിയും മഹത്വവും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും, അവരുടെ പൂജകളും സ്വീകരണങ്ങളും സംഭാവനകളുമെല്ലാം ഏറ്റുവാങ്ങാനും വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ, ദാനധർമ്മങ്ങളാവട്ടെ എന്താവട്ടെ, അത്തരത്തിലുള്ള തപോ അനുഷ്ഠാനങ്ങൾ രാജസങ്ങളാകുന്നു. അവയിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളും ക്ഷണികവും അനിശ്ചിതങ്ങളും ആണ് എന്ന് പറയപ്പെടുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.